ഹരി ഓം. ദശകം 19 ശ്ലോകം 2. പിതുഃശുശ്രൂഷാനിരതസ്യ ശാസനാത് ഭവത്തപസ്യാഭിരതാദശാപിതേ പയോനിധിം പശ്ചിമമേത്യ തത്തടേ സരോവരം സന്തദൃശുർമനോഹരം. പദങ്ങളെ ഒന്ന് പിരിച്ചു നോക്കാം. പിതുഹു ശുശ്രൂഷാ നിരതസ്യ ശാസനാത്. പിതുഃശുശ്രൂഷാനിരതസ്യ ശാസനാത് ഭവത് തപസ്യാ അഭിരതാഃ ദശ അപി തേ. ഭവത് തപസ്യാഭിരത. ഭവത് തപസ്യാ അഭിരതഃ ദശ അപി തേ പയോനിധിം പശ്ചിമം ഏത്യ തത് തടേ. പയോനിധിം പശ്ചിമമേത്യ തത്തടേ സരോവരം സന്തദൃശുഃ മനോഹരം. സരോവരം സന്തദൃശുർമനോഹരം. പിതുഃശുശ്രൂഷാനിരതസ്യ ശാസനാത് ഭവത്തപസ്യാഭിരതാദശാപിതേ പയോനിധിം പശ്ചിമമേത്യ തത്തടേ സരോവരം സന്തദൃശുർമനോഹരം. ശ്ലോകം 2 അന്വയവും അർത്ഥവും നോക്കാം. ശുശ്രൂഷാനിരതസ്യ എന്നുവെച്ചാൽ ആ സൃഷ്ടിയിൽ തൽപരനായ പിതുഹു ശാസനാത് അച്ഛൻ്റെ ആ നിയോഗത്തിൽ. ശുശ്രൂഷാനിരതസ്യ പിതുഹു ശാസനാത് സൃഷ്ടിയിൽ തൽപരനായ അച്ഛൻ്റെ നിയോഗത്താൽ. അച്ഛൻ ആരാണ്? പ്രാചീന ബർഹിസ്. അപ്പോൾ പ്രാചീന ബർഹിസിന് സൃഷ്ടിയിൽ താല്പര്യമുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ആ സൃഷ്ടി ചെയ്യാനായിട്ട് മക്കളെയും പ്രേരിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഭവത്തപസ്യാഭിരതാഃ തേ ദശ അപി. അപ്പം ഭവത്തപസ്യാഭിരത അവിടുത്തെക്കുറിച്ച് തപസ് ചെയ്യാനൊരുങ്ങിയ അവർ 10 പേരും. അപ്പം അച്ഛൻ പറഞ്ഞതനുസരിച്ച് അച്ഛൻ്റെ നിയോഗത്താൽ ഭഗവാനെ, അപ്പം ഇത് ആരാ പറയുന്നത്? ഭട്ടതിരിപ്പാട് പറയുകയല്ലേ. അതുകൊണ്ടാണ് അവിടുത്തെക്കുറിച്ച് തപസ് ചെയ്യാൻ, എന്നുവെച്ചാൽ ഗുരുവായൂരപ്പനെക്കുറിച്ച് തപസ് ചെയ്യാനൊരുങ്ങിയ അവർ 10 പേരും പശ്ചിമം പയോനിധിം ഏത്യ. പശ്ചിമം എന്ന് പറഞ്ഞാൽ പടിഞ്ഞാറേ, പയോനിധിം സമുദ്രം. അപ്പോൾ ആ പശ്ചിമം പടിഞ്ഞാറേ സമുദ്രത്തിൻ്റെ അടുത്തെത്തിയപ്പോൾ, പശ്ചിമം ഏത്യ ആ പടിഞ്ഞാറേ സമുദ്രത്തിൻ്റെ അടുക്കൽ ചെന്നപ്പോൾ തത്തടേ. തത്തടേ തത് തടേ അതിൻ്റെ കരയ്ക്ക് മനോഹരം സരോവരം സന്തദൃശുഃ അതിൻ്റെ കരയ്ക്ക് ഭംഗിയുള്ള വിശേഷപ്പെട്ടൊരു പൊയ്ക കണ്ടു. അതാണ് സരോവരം സന്തദൃശുഃ ഭംഗിയുള്ള വിശേഷപ്പെട്ടൊരു പൊയ്ക കണ്ടു. അപ്പം ഈ പ്രജാസൃഷ്ടി വർദ്ധിപ്പിക്കണമെന്ന് അച്ഛനായ പ്രാചീന ബർഹിസിൻ്റെ ആഗ്രഹം. അപ്പം അദ്ദേഹത്തിന് വർദ്ധിപ്പിക്കണം തന്നെയാണ് ആഗ്രഹം. അപ്പോൾ അതിനനുസരിച്ച് അതുകൊണ്ട് അദ്ദേഹം തന്നെ പറഞ്ഞു കൊടുത്തു, തപസ് ചെയ്യുക. തപസ് ചെയ്യുന്നത് വഴി നല്ല സൃഷ്ടി ഉണ്ടാകും. അതുകൊണ്ട് തപസ് കൊണ്ടേ നല്ല സൃഷ്ടി വർദ്ധിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ. എന്ന് വെച്ചാൽ ഭഗവാനോട് അടുക്കുക, ഭഗവാൻ ചിന്തയോടുകൂടി ഏത് കാര്യം ചെയ്താലും അത് നല്ലതായിട്ടേ വരുവുള്ളൂ എന്നതാണ് ഇവിടെ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ തപസ് കൊണ്ടേ നല്ല സൃഷ്ടി വർദ്ധിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അങ്ങനെ ഉണ്ടാകുന്ന കുഞ്ഞുങ്ങൾ വളരെ നല്ല കുഞ്ഞുങ്ങളായിരിക്കും. അപ്പോൾ തപസ് ചെയ്യാൻ പറ്റിയ സ്ഥലം അന്വേഷിച്ചാണ് ഈ പ്രചേതസ്സുകൾ പടിഞ്ഞാറേട്ട് പുറപ്പെട്ടത്. അപ്പോൾ ഈ ഗോകർണം ഒരു തപസിദ്ധി സ്ഥാനമാണെന്ന് പണ്ടേ പ്രസിദ്ധമാണല്ലോ. അപ്പോൾ ആ പോകും വഴിക്ക് പടിഞ്ഞാറേ കടക്കരയിലെത്തിയപ്പോൾ അവർ അവിടെ ഒരു വിശേഷപ്പെട്ട താമരപ്പൊയ്ക കണ്ടു എന്നാണ് പറയുന്നത്. പിതുഃശുശ്രൂഷാനിരതസ്യ ശാസനാത് ഭവത്തപസ്യാഭിരതാദശാപിതേ പയോനിധിം പശ്ചിമമേത്യ തത്തടേ സരോവരം സന്തദൃശുർമനോഹരം.